താങ്ക് യു. ഇന്ന് വിഷുദിനത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ പ്രോഗ്രാംസ്? പ്രത്യേക പ്രോഗ്രാം തന്നെ വലിയ ഭാഗ്യം കൂടിയാണത്. ഹലോ, ആരാണ്? ആരാണ്? പേര് പറയൂ. ചാലിയത്ത് ആരാണ്? അനീഷ്. പറയൂ. ഓ, കുഴപ്പമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. എങ്ങനെ? സെന്ററിന്റെ അടുത്ത് എവിടെയാണ്? ഇവിടെ അറിയാമോ? നമ്മളെ ക്ലബില്ലേ, നമ്മളെ ക്ലബിന് ചലനത്തെ മെമ്പറാണോ? ചലനത്തിലെ മെമ്പറാണോ? കാരണം നമ്മുടെ ഓരോ പ്രദേശത്തും സാംസ്കാരിക സംഘടന ക്ലബിന്റെ ഒക്കെ ആവശ്യം ഭയങ്കരമാണ്. നമുക്ക് ആ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കുറേ അധികം പൊതുപ്രവർത്തനങ്ങൾ ക്ലബിന് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ക്ലബിന് പൊതുവെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും ഒക്കെ അതീതമായ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ പറയും വേണ്ട, അല്ല കുറേ നല്ല നല്ല കാര്യങ്ങൾ. അപ്പം മെമ്പർ അല്ലേ, അതിലും തീർച്ചയായും മെമ്പർ ആവണം അതിൽ കേട്ടോ. ഓക്കെ ഓക്കെ. ഞാനിപ്പോ അവിടെ കസന്റെ സ്കൂൾ വരുന്നുണ്ട് അവിടെ വൈകിട്ട്. വൈകിട്ട് നമ്മള് സൂര്യ 11 വാർഷികം. അപ്പം ബൈജുവേട്ടനും അവിടെ സൂര്യയിലെ എല്ലാ മെമ്പർമാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് ബൈജുവേട്ടന്റെ ഈ കാര്യങ്ങൾക്ക് തന്നെ വളരെയധികം പ്രയാസപ്പെട്ട് ഈ ദൈവിക കാര്യങ്ങൾക്കൊക്കെ ഒരു നമ്മളെ തിരിച്ചുവിട്ടൊക്കെ ബൈജുവേട്ടനാണ്. ബൈജു പണിക്കർ ബൈജുവേട്ടനൊക്കെ ഉള്ള ഒരു ക്ലബ്ബും കൂടിയാണിത്. കഴിഞ്ഞ വർഷം ഞാനാണ് ഉദ്ഘാടനം ചെയ്ത് സംശയമുണ്ട് എനിക്ക് ആ ക്ലബിന്റെ പരിപാടി. ഈ പ്രാവശ്യം സോമേട്ടുണ്ട്, പുരുഷൻ കടലുണ്ടി, AP ബാബാക്ക ഇവരെ കൂടെ ഒക്കെ ഒരു വേദിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യം നമുക്ക് കേട്ടോ. അയ്യോ, അത് ദൈവം എനിക്ക് കുറച്ച് അധികം തന്നോണ്ടാണ് അത് മാക്സിമം വീട്ടിൽ പോയത്. തീർച്ചയായും അത് ഇല്ലെങ്കിൽ സുധീർ അന്ന് ഉണ്ടാവില്ല കേട്ടോ. ആ ചിരി ഇല്ലെങ്കിൽ സുധീർ അന്ന് ഉണ്ടാവില്ലെന്ന് കരുതിയാൽ മതി. സുധീർ ഉള്ളത്തോളം കാലം ആ ചിരി ഉണ്ടാവും. എന്താ നമ്മളെ ജനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അതെ അതെ, ജനങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ട് അത് വിജയിപ്പിച്ചു അല്ലേ. നമ്മളെ കമ്മിറ്റിയൊക്കെ അതിന് വേണ്ടിയിട്ട് കുറേ അധികം പരിശ്രമിച്ചു. കമ്മിറ്റി എല്ലാവരും കമ്മിറ്റിയിൽ കേട്ടോ. മിനാർ ഗ്രൂപ്പ് നമ്മൾ സ്പോൺസറൊക്കെ ഉണ്ടല്ലോ, കുറേ ഹെൽപ്പ് നമുക്ക് ജനങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല അവരെ പറ്റിയിട്ടൊന്നും കേട്ടോ. കമ്മിറ്റിയൊക്കെ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് കമ്മിറ്റി കേട്ടോ. അപ്പം വിളിച്ചത് സന്തോഷം പറയാം. ഓക്കെ ഓക്കെ, ശരി. വളരെ നന്ദി വിളിച്ചതിന്. ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ പറ്റി പറഞ്ഞല്ലോ, മുമ്പ് തന്നെ ക്ലബിലൊക്കെ? ഞാൻ എൻ്റെ സ്വന്തം ക്ലബ്ബ് AGC ഈസ്റ്റ് കടലുണ്ടി, എൻ്റെ വീടിനടുത്തുള്ള. ഞാൻ പറഞ്ഞല്ലോ ഫുട്ബോൾ കളിച്ചിരുന്നു. കടലുണ്ടി പഞ്ചായത്തിൽ AGCക്ക് വേണ്ടി കളിക്കും. പുറത്തേക്ക് പോകുമ്പം മേഘാ കടലുണ്ടിയും ഈഗിൾസ് എല്ലാത്തിനും പോയി കളിക്കാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിലെ നഷ്ടം ബിജു ആനന്ദ്. ഞങ്ങൾ ഒരുമിച്ച് 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അവൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച ഒരു അത്രയും ഉള്ള ബിജു അന്ന് മരിച്ചു. നമ്മുടെ സ്റ്റേറ്റ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കടലുണ്ടിയുടെ പ്രശസ്തി ആദ്യമായിട്ട് ഇതര ദേശങ്ങളിലേക്ക് എത്തിച്ച ഒരു ആള് ബിജു ആനന്ദാണ്. പക്ഷെ അത് എനിക്ക് ഏറ്റവും വലിയൊരു ജീവിതത്തിൽ നഷ്ടമാണ്. അങ്ങനെ ഒന്നും ബിജുവിനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. അത് ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ് ബിജുവിനെ പറ്റിയിട്ടെ. ഫുട്ബോളിനെ കുറിച്ച്, ആ ഒരു സ്പിരിറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫുട്ബോൾ നിർത്തുന്നത് ശരിക്കും ബിജു ആനന്ദിന്റെ മരണശേഷമാണ്. ഫുട്ബോളൊക്കെ കടലുണ്ടി പഞ്ചായത്തിലുണ്ട് ശാപം പോലെയായി പോയി. കാരണം 16 17 നല്ല സെവൻസ് ടീമുള്ള ഒരു നാടായിരുന്നു കടലുണ്ടി പഞ്ചായത്ത്. ശരിക്കും ബിജു ആനന്ദിന്റെ ആ ഒരു വേർപാട് ശരിക്ക് കടലുണ്ടി പഞ്ചായത്തിന്റെ ഫുട്ബോളിന് തീരാൻ നഷ്ടമായിട്ടുണ്ട്. ഇന്നും അതിന് പുനരുദ്ധരിപ്പിക്കാൻ സേതുമാഷും വിദ്യാജിയും കുറേ ആൾക്കാർ, മേഘര നാരായണേട്ടനൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ട് പഴയ ഫോമിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഭാവമാക്കിയിട്ടുണ്ട്. നമ്മൾ അന്ന് എൻ്റെ കൂടെ കളിച്ചിരുന്ന ആൾക്കാർ, എൻ്റെ സീനിയറാണ്, കൂടെ കളിച്ചതാണ്. കുറേ ശരിക്ക് ഫുട്ബോളിലൂടെ ആയിരുന്നു ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു കടലുണ്ടി അറിയപ്പെട്ടിരുന്നു പുറത്ത്. അതിന് മുന്നേ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, ആരാണ്? ഷിനി ടിവിയുടെ മോളിൽ നിന്ന് കുറച്ചൊക്കെയാവോ? ഷിനി എവിടുന്നാ? ഓക്കെ, ഹാപ്പി വിഷു ഷിനി. നമ്മളെ വിഷു ആശംസകള്. സുഖല്ലേ? എവിടെ? മണ്ണുറയിലാണോ വീട്? അയ്യോ, അറിയാമോ? ഓക്കെ ഓക്കെ. അല്ല, അതിലും നല്ല ഷാനവാസിന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ. ഡയലോഗ് കേട്ടോ. ഷിനോദിന്റെ ഷാനവാസിന്റെ പെങ്ങൾ വന്നേക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? അല്ല, രാജേഷ് അറിയാമല്ലോ. രാജേഷ് നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. വാസുട്ടി രാജനൊക്കെ. ഓക്കെ.
ഞാൻ അറിയാം അയ്യോ അറിയാം. ഓ മോളെ എങ്ങനെയാ നന്ദി പറയാൻ അറിയില്ല. എല്ലാരും പ്രാർത്ഥനയും. കാരണം വീട്ടിലൊക്കെ 5 ദിവസം ഇറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പൊ എവിടെയാണുള്ളത്? കടന്നുണ്ടിയാണുള്ളത്? രാജേഷിന്റെ വീട്ടിലാണോ? മണ്ണിലാണുള്ളത്. എല്ലാവരോടും അന്വേഷണം പറയട്ടോ. ആ വാസുദേവനോടും രാജു ഇവരൊക്കെ അന്വേഷണം പറഞ്ഞു കേട്ടോ. കൊടുക്കും. നമസ്കാരം. എന്താ അഭിപ്രായം? അതല്ലേ? അല്ല, കഴിഞ്ഞ വർഷം ഞാൻ നമ്പയിൽ ക്ഷേത്രത്തിൽ വന്ന ഓർമ്മയുണ്ടോ ദാസേട്ടന്റെ കൂടെ? ശരിക്കും ആരും അനുഗ്രഹം ഉണ്ടല്ലോ നമുക്ക്. ദാസേട്ടൻ പറഞ്ഞിട്ട് ദാസേട്ടൻ നമ്മൾ ചിന്ത പറയാം. അതല്ലേ? അന്ന് കഴിഞ്ഞ വർഷം എനിക്ക് 2005 ഓർമ്മ, നമ്മള് കുട്ടീനെ കൊണ്ട് ഒരു മിണ്ടരും ചാർത്താന്നൊക്കെ ഇത് ചെയ്ത് ഓർമ്മയില്ലേ? അല്ല, അതൊക്കെ ശരിക്കും എന്താ പറയാ, വല്ലാത്തൊരു അനുഭവം കേട്ടോ. തീർച്ചയായിട്ടും വരും. ഓ അമ്മയ്ക്ക് എടുക്കും. അതല്ലേ? ഓക്കെ. അമ്മയെ സ്തുതിയാണ്. അയ്യോ സംഭവം വളരെ സന്തോഷം കേട്ടോ. കണ്ടറിയോ, എല്ലാം ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിന്റെ വിജയം. അല്ലാതെ ഒരു 100 മണിക്കൂർ ആർക്കും വേണമെങ്കിൽ അവർ അടിക്കാം അല്ലേ? പക്ഷെ നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റിയല്ലോ. അയ്യോ എന്താ അതിനൊക്കെ എങ്ങനെയാ നന്ദി പറയാൻ ഞാൻ? നമുക്ക് റീജിയണൽ ചാനൽ നല്ലൊരു ഉപകാരം ചെയ്തില്ല നമുക്കല്ലേ? റീജിയണൽ ചാനൽ നമുക്ക് വീട്ടിലെത്തിച്ചെന്നല്ലോ നമ്മൾ ഈ പരിപാടിയൊക്കെ അല്ലേ? അല്ല, ഉച്ചഭക്ഷണമൊക്കെ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ. ആ പറയൂ. അല്ല, ഞാനത് എവിടെയും പറഞ്ഞു. ഞാൻ 3 ഇതായിട്ട് ഭാഗം തിരിച്ചത്. ഒന്ന് ദൈവാധീനാണ് നമുക്ക്, രണ്ടാമത് നമ്മളെ ജനങ്ങളുടെ സ്നേഹമാണ്, അത് കൂട്ടായ്മ, മൂന്നാമതേ എനിക്ക് എന്റെ സ്ഥാനം പോലും, എന്റെ പ്രയത്നത്തിന് പോലും 3ാം സ്ഥാനമുള്ളൂ, നമ്മളെ ജനങ്ങളെ കൂട്ടായ്മ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പല നാടുകൾക്കും നമുക്ക് മാതൃകയാവാം നമ്മളെ കൂട്ടായ്മ അല്ലേ? അതെ. അതിൽ നമ്മുടെ നിമിത്തായി മാത്രം, നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ്, നമ്മുടെ തബല എന്നുള്ള ഇൻസ്ട്രുമെന്റ് ഒരു നിമിത്തായി മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ മാറാട് പോലത്തെ സംഭവങ്ങൾക്കൊക്കെ ഇതിപ്പോ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം മതമൈത്രി ഇല്ല. കാരണം ഈ മാറാട് ഇഷ്യൂ വന്ന സമയത്ത് 2003 മെയ് 2 മാറാട് ഇഷ്യൂ ഉണ്ടാകുന്നത്. 2003 ജൂൺ 14 ആ ഇതിന് വേണ്ടിയിട്ട് മതമൈത്രിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഞാൻ 10 മണിക്കൂർ തുടർച്ചയായിട്ട് തവറ വായിക്കുന്നത് കടന്നുണ്ടി വെച്ചിട്ട്. എല്ലാ മതവിഭാഗക്കാരെയും വിളിച്ചുകൂട്ടി മതമൈത്രി ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളും ഉൾപ്പെടുത്തി എന്റെ ലൈഫിലെ ഏറ്റവും നീളമുള്ള തബല വായന 10 മണിക്കൂർ കടന്നുണ്ടി വെച്ചത്. അത് ചിന്ന മിഷനാണ് പറഞ്ഞത് സംഘടിപ്പിച്ചത്. അധ്യാത്മ സരസ്വതി തബല വായിച്ച് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ശരിക്കും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആർട്ടിസ്റ്റിന്റെ വില ശരിക്കും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതിന് അങ്ങനെ സംഭവം ഇല്ലാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ അവിടെ സുധീർകരണം ഉണ്ടായിരിക്കും. ഇതിന് പിന്നില് ഇതുവരെ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടി ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്കുണ്ട്. പേഴ്സണലായിട്ട് കുറെ പറയാനുണ്ട്. അതായത് പിന്നെ ഇതിൽ പറയുന്നത് ശരിയില്ല. നേരിട്ട് കാണാം. നമ്മൾ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ട് നിർദ്ദേശങ്ങൾ തരിക. കാരണം ഞാൻ സാധാരണ മനുഷ്യൻ, നമ്മളൊന്നും പൂർണ്ണതയില്ലല്ലോ, നമ്മളെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതെ. സുധീറിന്റെ പ്രശസ്തി ഈ കണ്ണുണ്ടിയിൽ ഇവിടെ മാത്രം ഒതുങ്ങിയ പോരാ, വേറെ സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പിന്നിൽ ഒരു പിന്നെ സെറ്റപ്പ് ടീം ആവശ്യം. അതിന് വേറെ നിർദ്ദേശങ്ങൾ തരാൻ എന്റെ ചെറിയ നിർദ്ദേശം തരുന്നുണ്ട്. ഉയർത്തായി ഇപ്പൊ ഇന്ത്യ ലോകം മുഴുവൻ അറിയുന്ന ഇത് മാത്രം പോരാ. ഫിലിമില്ല, സിനിമ ലെവൽ എവിടെ പോകണമെങ്കിലും ശരി ഇവിടുത്തെ പ്രശസ്തിയോട് മാത്രം പോരാ. അതിന് കൂടുതൽ നിർദ്ദേശങ്ങൾ തരണം നമുക്ക് ആഗ്രഹം. വിളിക്കാൻ ശരി. ഓക്കെ, എല്ലാവരും വിശ്വാസം. ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. ഈ ജനങ്ങളെ ഈ സ്നേഹം കാണുമ്പോഴേ നമ്മൾ എന്താ പറയുക, നിങ്ങൾ അവരിലൊരാളായിട്ട് നമ്മളെ വിളിക്കുന്നവർക്ക് എല്ലാവരും ഇത് തന്നെയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് കോളർ ആരാണ് നോക്കാം. ഹലോ ആരാണ്? യുക്തിരാജിനാണ് എനിക്ക് കിട്ടുന്നത്. നേരത്തെ സിസ്റ്റർ വിളിച്ചിരുന്നു. അതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അനുകരിക്കുന്ന ഒരാളാണ് യുക്തിരാജ്. പല വേദികളിലും എന്റെ മിമിക്രി. യുക്തിരാജ് ഇവിടെ അനുകരിക്കുന്ന സുധിയേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്ന് അനുകരിക്കാവോ? അത് ശരി, ആക്ഷനാണ്. അപ്പൊ ആക്ഷൻ കാണാൻ ആക്ഷനാണ് മെയിനായിട്ടുള്ളത് അല്ലേ? അതല്ല യുക്തി ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണീരിൽ മുങ്ങി അത് ഞാൻ ആ പാട്ടിലുപരി അതിൽ സാഹിത്യത്തിനാണ് ഞാൻ വില കൊടുത്തത്. അത് ആ പാട്ട് മുഴുവൻ പാടിയാൽ ശരിക്കും നമ്മളൊരു എന്തായാലും നല്ലൊരു മെസ്സേജ് ആ പാട്ടിലുണ്ട്. ഇപ്പൊ ഇന്ന് വൈകിട്ട് അവിടെ ഞാൻ ക്രസന്റ് സ്കൂളിൽ വരുന്നുണ്ട്. ഓക്കെ.
പറയൂ. 6 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതെ അറിയാം, മോൻ പാടിയില്ലായിരുന്നോ? 3-ാമത്തെ ദിവസം അവിടെ രാവിലെ വന്നപ്പോൾ സുധിയേട്ടൻ ഇങ്ങനെ ഉറക്കം തോന്നുന്നു. മോനെ വല്ലാതെ ക്ഷീണമായി പോയി. ഞങ്ങള് രാവിലെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് മുന്നിൽ വന്നിട്ട് പിന്നെ സുധിയേട്ടൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഓക്കെ, അതിനൊക്കെ നന്ദിയുണ്ട് കേട്ടോ മോനെ. എന്താ പറയാ, ജനങ്ങളെ സ്നേഹം. വിഷുത അങ്ങനെ എല്ലാവരും വീടുകളെ പറ്റി നിൽക്കുക. യുക്തിരാജ് ആ പാട്ടൊന്ന് പാടിത്തരാവോ ഇപ്പോഴോ? ആ ശരി. നല്ല കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കനവിന്റെ നോവുകളെല്ലാം കാണുന്ന ഫർഹാനെ, ജന്മങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനെ, ദുഃഖത്തിൻ മാറല നീക്കിടേണമേ സുഹാനെ. ഓക്കെ 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 നന്ദി യുക്തിരാജ്. ഓക്കെ കാണാം. ഓക്കെ വളരെ നന്ദി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരുന്നതാണ് ടോക്ക് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. അന്ന് തബലവാദനം നടക്കുമ്പോൾ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് വരുമ്പോൾ സുധീട്ടൻ ആ സ്റ്റേജിലിരുന്ന് തന്നെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന കണ്ടു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ജനങ്ങളായിട്ടുള്ള നമ്മളെ മാനസികമായ ബന്ധമായിരിക്കും, സ്നേഹമായിരിക്കും. ഇപ്പോൾ 100 കണക്കിന് ആളുണ്ടായിട്ടും അതൊന്നും ഓരോരുത്തരും നമുക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് ലോക്യം കാണിക്കാൻ പറ്റാറുണ്ട്. അത് പല വേദികളിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അവരുടെ ശരിക്കും എനർജി ഇങ്ങോട്ട് കിട്ടുന്നതായിട്ട് തീർച്ചയായിട്ടും അത് നല്ലൊരു അതാണ്. ഞാൻ ഈ പ്രോഗ്രാം 10 മണിക്കൂർ നടത്തി 13 മണിക്കൂർ നടത്തി 57 നടത്തുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞത് കോഴിക്കോട് വെച്ച് നടത്താമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഈ സംഗതി കിട്ടിക്കോളണമെന്നില്ല. നമ്മൾ സാധാരണ നമ്മളെ ജനങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ജനങ്ങളാകുമ്പോൾ നടക്കും. അത് ശരിക്കും ഓഡിയൻസിൽ നിന്നൊരു എനർജി നമുക്ക് കിട്ടണം. അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്.